പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനു വേണ്ടി പണം കൊടുത്ത് വോട്ട് നേടുവാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ, വാർത്താ ചാനലുകളിൽ വലിയ രീതിയിൽ ഈ ദൃശ്യം ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി മൊബൈൽ ഫോൺ വഴി റെക്കോർഡ് ചെയ്ത് അത് പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട വ്യക്തിക്കെതിരെ പാലക്കാട് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വളരെ ധിക്കാരപരവും അഹങ്കാരത്തോടുമുള്ള ആക്രോശങ്ങളുമായി ഇറങ്ങിപ്പുറപ്പെടുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കേരള ജനതയെ ഞെട്ടിച്ചിരിക്കുന്നത്. ನೀವು ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്ത് തോട്ട് ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസുണ്ടാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുക്കില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ. എവിടെ നിങ്ങളുടെ തേങ്ങയില് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ എന്റെ കണ്ണുകുട്ടി ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം നമ്മളെ അറിയാലോ. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ, എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി, മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം. ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളടുത്ത് പറയാം ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. വീഡിയോ അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ട് എന്താ നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിക്കുന്നത്? അല്ല, നിങ്ങളിപ്പോ അതിനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളൂ, നിങ്ങൾ ചെയ്തോളൂ. ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു വിളിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വലിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. ഇറങ്ങി എത്ര പൈസ എന്നത്? എത്ര രൂപ മരുന്ന് വാങ്ങാൻ പൈസ തന്നോ? ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 രൂപ. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നൂരല്ലേ? ഞാൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക് അല്ലേ? അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണ്ട. മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചു അവരോട് പൈസ വേണം പറഞ്ഞു. എപ്പോഴാ? ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അപ്പൊ തന്നെ 5000 രൂപ തന്നു. അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് കൊടുത്തിട്ട് പൈസ തന്നു. തന്നല്ലോ. ചോദിച്ചു തരാൻ വീഡിയോ കണ്ടല്ലോ. അത് പെൻഷന്റെ പൈസ പൈസ തന്നു നേരത്തെ പറഞ്ഞത്. പെൻഷൻ അമ്മയല്ലേ പറഞ്ഞ നേരത്തെ? പെൻഷൻ തന്ന പണമുണ്ട് എന്റെ കയ്യിൽ. ആ, അല്ലാതെ അവരൊന്നും തന്നില്ലേ? 4000 ഉണ്ട്. അതല്ല, ആ ശോഭാ ഇല്ല, തരാ പറഞ്ഞു. ആ, അത് വന്നാ തരാ പറഞ്ഞു. അല്ല, ഒരു പൈസ കയ്യിൽ വെച്ച് അമ്മയുടെ കയ്യിൽ എന്തോ തന്നില്ലേ? അത് വീഡിയോ വന്നിട്ടുണ്ടല്ലോ. ഒന്നും തന്നിട്ടില്ല. അത് അവര് കൈ കൊടുത്താണ്. കൈ കൊടുത്ത് ഇങ്ങനെ തൊഴുതും ഒക്കെ ചെയ്യും. ശരി, ഓക്കെ. അത് നിക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത്, ബാഗിൽ നിന്ന് എടുത്ത് തന്നത്. കുട്ടി വേഗം തന്നു. ശരി, ഉള്ളിപ്പൊക്കമാ. വയ്യാണ്ട് ശരി. 5 മാസം
അപ്പൊ പൈസ കിട്ടിയില്ല? ഇല്ല. ശരി അമ്മ പോ. അവരോട് അമ്മ പൈസ ചോദിച്ചു അല്ലേ? ആ ഇനി പറഞ്ഞു തരാം. ആ പിന്നെ പറയാന്നാണോ പറഞ്ഞേ? ശരി ശരി ഓക്കെ ഓക്കെ. 70. ഇന്ന് രാവിലെ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇന്ന് രാവിലെ ആരെങ്കിലും വന്നിരുന്നോ ഇവിടെ? ബിജെപിയുടെ സ്ഥാനാർത്ഥി വന്നിരുന്നമ്മ. സ്ഥാനാർത്ഥി വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എത്ര പൈസ എന്നത് കൊടുക്കുന്നത് കയ്യിൽ പിടിച്ചിരിക്കുന്ന പൈസ വാങ്ങുന്നു 5000 രൂപയാണെന്നാണ് പറയുന്നത്. അത് ഞാൻ കണ്ടില്ല. അല്ല ഞങ്ങൾ അത് കാണിച്ചു സംസാരിക്കാം. ദൃശ്യങ്ങൾ ഞങ്ങളും വീഡിയോ കണ്ടു. അമ്മ വയ്യാത്തൊരു അമ്മയാണ്. അതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ അതെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്താണിത്? ഈ വാങ്ങുന്ന പിന്നെ എന്താണ് കേട്ടോ? കൈ കൊടുക്കുന്നതാണ് അമ്മന്റെ കയ്യിലുള്ള പൈസയാണ്. അതിനുശേഷം കാണുന്നത് നിക്ക് ഞാൻ ഒരു മിനിറ്റ് പറയാം. ഈ പൈസ വന്നിട്ട് അമ്മന്റെ മടിയിലുണ്ടായിരുന്നത് ഇവിടെയുള്ള വിനീഷ് ചേട്ടനെ ഇവര് പോയി എടുത്തിട്ട് ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് ഇവര് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉള്ളത്. അതിന് നമ്മളെ മടി വന്നിട്ട് പോക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അമ്മന്റെ മടിയിൽ ഇവിടെ പൈസ ഉണ്ടായിരുന്നു. ഇവരെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പൈസയാണ് ഇവരെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇതാക്കി വിട്ടത്. ശരി ഓക്കെ. ശരി ആ ചേച്ചി വന്ന ഞാൻ പറയാം. ആ ചേച്ചി ആര് പറഞ്ഞു? ഇല്ല നിങ്ങളുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വീണ്ടും ചോദിച്ച അമ്മ മാറ്റി പറഞ്ഞു. ശരി സംശയം ചോദിട്ടെ. നേരത്തെ അമ്മ പറഞ്ഞു ഞാൻ 5000 രൂപ ചോദിച്ചു. എനിക്ക് എല്ലാ മാസവും 5000 രൂപ പണം വേണം. ചോദിച്ചിട്ടുണ്ടാവും എന്നാണല്ലോ അമ്മ ആദ്യം പറഞ്ഞത്. പിന്നീടാണല്ലോ മാറ്റി പറഞ്ഞത്. അതായത് മരുന്ന് തന്നു എന്നല്ല സാറേ നിങ്ങൾ പറയണത്. നിങ്ങൾ തന്നിട്ടില്ല. ശരി നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിലേ തന്നു പറയാൻ പറ്റുള്ളൂ. അതിന്റെ കൈവശമുള്ള പൈസ എടുത്തിട്ട് നിങ്ങൾ വന്നിട്ട് വീഡിയോ എടുത്ത് എല്ലാം ഇതാക്കി. ഞങ്ങൾ എന്തിനു മാറ്റേണ്ട ആവശ്യം? ഞങ്ങൾക്ക് ആരിനെയും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തിനു ഭീഷണി? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ. നമ്മൾക്ക് വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അത് ആരുടെയും ഒരു MLA വന്ന് പറഞ്ഞാലും ശരി, ഒരു മന്ത്രി വന്ന് പറഞ്ഞാലും ശരി, അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലത് ആര് ചെയ്യണോ അവർക്ക് പോയി ചെയ്യാം. വിവരമുള്ളവർക്ക് ആര് നല്ലത് ചെയ്യും, അത് ബുദ്ധിയുള്ളവർക്ക് അവർ ചെയ്യും വോട്ട്. എല്ലാം വന്നിട്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ആ രാഷ്ട്രീയം 25 വർഷമായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നുമില്ല. ഇവിടെ 3 സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളായിട്ട് ഇപ്പൊ ഉണ്ടാക്കി തന്നെയല്ലേ? ഇത് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാക്കിയതല്ലേ? തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ശരി എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇപ്പൊ ശരി ഓക്കെ. ഗൂഗിൾ അവരുടെ പ്രതികരണം കേട്ടു. അത് എനിക്ക് തോന്നുന്നു ചെറുമക്കളായിരിക്കാം. അമ്മയാണെങ്കിൽ പ്രായമേറിയ അമ്മയുമാണ്. അതുകൊണ്ട് അവർ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണക്കിലെടുക്കാന്നും കൂടി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് സംഭവിക്കുന്നത് ഗൂഗിൾ? അവർ ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണമാണോ തിരിച്ചു വന്നത്? അത് കയ്യിൽ കൊടുത്തിട്ട് ഫോട്ടോ എടുത്താണോ? പ്രാദേശികമായ നേതാക്കളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇലക്ഷൻ അതായത് അമ്മ ആദ്യം പറഞ്ഞത് താൻ സ്ഥാനാർത്ഥികളും വന്നു, എല്ലാവരോടും പൈസ ചോദിച്ചു, മരുന്ന് വാങ്ങാൻ 5000 രൂപ ആവശ്യമുണ്ട് ചോദിച്ചു. തന്നത് BJP സ്ഥാനാർത്ഥി മാത്രമാണെന്നാണ് അമ്മ ആദ്യം പറഞ്ഞത്. അതിനുശേഷം മകൻ പൈസ തന്നോ എന്ന് 3 തവണ അമ്മയോട് ചോദിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ 3 തവണ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി. അമ്മ അത് മാറ്റി പറഞ്ഞു. ഇല്ല പൈസ തന്നില്ല എന്ന് ചോദിച്ചു, പക്ഷെ തന്നില്ല എന്ന് അമ്മ പറഞ്ഞു എന്നുള്ളതാണ്. പ്രായമായ സ്ത്രീയാണ്, ചിലപ്പോൾ ഒരുപക്ഷെ സ്ത്രീയാണ്. അതുകൊണ്ട് ഇപ്പോ മകൻ ചോദിച്ചപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി അവർ പറഞ്ഞാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു വളരെ കുറച്ചൊരു അവരുടെ പ്രായമൊക്കെ കണക്കിലെടുക്കണം. അവരെ സംസാരിക്കുന്നത് അവർക്ക് എത്ര വയസ്സുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 90 അടുപ്പിച്ച് വയസ്സുള്ള സ്ത്രീ ആയിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അവർ പറയുന്നതിനെ നമുക്ക് എല്ലാം മുഖവിലേക്ക് എടുക്കാനും കഴിയില്ല എന്ന് തോന്നുന്നു. BJPയുടെ ഏതെങ്കിലും പ്രതികരണം ഉണ്ടോ? എന്താ സബിത പറഞ്ഞ? BJPയുടെ നിലവിലെ പ്രതികരണം അവർ പറയുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. ഈ വീഡിയോയിലൊന്നും തന്നെ സ്ഥാനാർത്ഥിയില്ല, ആർക്കും പണം നൽകിയിട്ടില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ഏതായാലും BJPയുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടുള്ളത്. മറ്റു കൂടുതൽ പ്രതികരണങ്ങളൊന്നും BJPയുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി ഒരു പക്ഷേ അത് വരാനുള്ള സാധ്യതയും അല്ലെങ്കിൽ വരുന്ന മണിക്കൂറിൽ അത് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും ഫ്ലൈയിങ് സ്ക്വാഡും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം തന്നെ ഈ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡ് അടക്കം കൂടുതൽ കാര്യങ്ങൾ പഠിക്കും
വാദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വിഷയങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വീട്ടിലേക്ക് വലിയ പരിശോധനയും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ വീട്ടുകാർ ഏതെങ്കിലും അങ്ങനെ ഒരു രാഷ്ട്രീയ അനുഭാവം പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്ന ആളുകളാണോ? അത്തരത്തിലുള്ള വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ രാഷ്ട്രീയം എന്താണ്, പ്രത്യക്ഷ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. അവരങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്നവരായിട്ടും ഉള്ള വിവരങ്ങൾ ഇവിടെയുള്ള മറ്റ് പ്രവർത്തകരോ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഏതായാലും ഇവരുടെ വീട്ടുകാരുടെ പ്രതികരണം എന്ന് പറയുന്നത്, അവർ പറയുന്നത് പൈസ തന്നിട്ടില്ല എന്നുള്ളതാണ്. മകൻ പറയുന്നത് തനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ, പണം തന്നിട്ടില്ല, ഈ ദൃശ്യങ്ങളിലെല്ലാം കൈ കൊടുക്കുന്നതാണ്, അതല്ലാതെ അത് പണമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ആരവങ്ങളും ആഘോഷങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടുകൂടി അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിനുള്ള ദിവസമാണ്. നിശബ്ദ പ്രചാരണത്തിന് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും കൂട്ടരും എത്തിയതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും ഉച്ചത്തിലുള്ള നിശബ്ദ പ്രചാരണം മലയാളികൾ കേൾക്കുന്നത്. അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കയ്യും കാലും വെച്ച ശോഭാ സുരേന്ദ്രന്റെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടിച്ച വ്യക്തിയെ കരണമടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ നേരിടുകയാണ്. വാസ്തവത്തിൽ ഓരോരോ വിഷയങ്ങളെയും എത്ര ധാർഷ്ട്യത്തോടു കൂടിയും അഹംഭാവത്തോടു കൂടിയുമാണ് ഈ സ്ത്രീ നേരിടുന്നത് എന്ന് നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഇപ്പോഴും അതേ പിച്ചിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുക, പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ കടന്നാക്രമിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക, ഒടുവിൽ സംഗതിയെ വളച്ചൊടിച്ച് മറ്റൊരു വഴിക്ക് കൊണ്ടെത്തിക്കുവാൻ പെടാപ്പാടുപെടുക. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ താൻ ജയിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ തനിക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായിട്ട് എതിർ സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ താൻ വിജയിക്കുവാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് BJP ഇപ്പോൾ പരസ്യമായി കാട്ടിത്തന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പണം കണ്ടമാനം കയ്യിലുണ്ട്, ആ പണം കൊടുത്ത ആൾക്കാരെ വിലക്ക് വാങ്ങുക, അങ്ങനെ വിജയത്തിലേക്ക് എത്തുക. കാലങ്ങളായി പൊതുസമൂഹം ആരോപിക്കുന്ന ആരോപണമാണിത്. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ നക്കാപ്പിച്ച കൊടുത്ത് ജനങ്ങളെ സ്വാധീനിക്കുകയും വ്യാപകമായ അഴിമതികൾ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ നടത്തുക, വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുകൾ നടത്തുക, ഇത്തരത്തിലുള്ള എല്ലാ നെറികേടുകൾക്കും പേരുകേട്ട BJP ഇപ്പോൾ കേരളത്തിലും അതേ രീതി തന്നെ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ BJPക്ക് ഇവിടെ രാഷ്ട്രീയം പറയുവാൻ ഒന്നുമില്ല, അതാണൊരു യാഥാർത്ഥ്യം. 10 വർഷക്കാലം കേരളം ഭരിച്ച LDF ഗവൺമെന്റിനെതിരെ BJPയിലും കോൺഗ്രസിലുമുള്ള ഒരു വ്യക്തിക്കും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും പറയുവാനില്ല, അഴിമതി ആരോപണങ്ങളില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ 4 വോട്ട് കിട്ടണമെങ്കിൽ പട്ടിണിപ്പാവങ്ങളെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയും ഇതുപോലെയുള്ള വൃദ്ധരെയും ഒക്കെ നക്കാപ്പിച്ച കൊടുത്ത് വിലക്കെടുക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ. എന്തായാലും ആ വൃദ്ധയായ മാതാവിന് പണം കൊടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കൊടുത്ത പണം അവർ വാങ്ങിയെന്ന് ക്യാമറകളുടെ മുമ്പിൽ അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ അമ്മയുടെ തൊട്ടു പിൻപിൽ നിൽക്കുന്നയാള് അതൊരു പക്ഷേ കൊച്ചുമകനായിരിക്കാം. അദ്ദേഹം സംഗതി വഴിതിരിച്ചു വിടുവാൻ ശ്രമിക്കുകയാണ്. കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അങ്ങോട്ട് വ്യക്തമായിരുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചതൊക്കെ ആദ്യം ആ അമ്മ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ പിൻപിൽ നിൽക്കുന്നയാളുടെ ഇടപെടൽ വന്നപ്പോൾ അമ്മയ്ക്ക് പണി പാളി എന്ന് മനസ്സിലായി. അപ്പോൾ അമ്മ മാറ്റി പറയുവാൻ ശ്രമിക്കുന്നു. എന്തായാലും വൃദ്ധയായ അമ്മയുടെ കൂടെയുള്ള വ്യക്തി അമ്മയെ രക്ഷിക്കാനല്ല, ശോഭാ സുരേന്ദ്രനെ രക്ഷിക്കുവാൻ വേണ്ടി നന്നായി പണിയെടുക്കുന്നുണ്ട്. മരുന്നിന് വേണ്ടി 5000 രൂപ ഞാൻ ചോദിച്ചു എന്നത് അയാൾ പറഞ്ഞത് കേട്ടതിന് ശേഷമാണ് അമ്മ പറയാൻ തുടങ്ങിയത്. പറഞ്ഞു പഠിപ്പിച്ചത് ഇടയ്ക്ക് മാറിപ്പോകുമ്പോഴും ഇയാൾ ഇടപെട്ട് തിരുത്തുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവസാനം കൂടുതൽ ചോദ്യമുണ്ടാവുമെന്ന് ഭയന്ന് അയാൾ ആ അമ്മയെ നിർബന്ധിച്ച് വീടിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോവുകയാണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാപട്യത്തിന്റെ മുഖം ഇവിടെ കേരളത്തിൽ അനാവൃതമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിലൊന്നാണ് സമ്മതിദായകനെ പണവും മറ്റ് സമ്മാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് വോട്ട് ചെയ്യിക്കുവാൻ വേണ്ടി കൊണ്ടുപോവുക എന്നുള്ളത്. പക്ഷേ അത് കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവന്നയാൾ അയാളുടെ കരണമടിച്ച് പൊട്ടിക്കുവാൻ വേണ്ടി സ്ഥാനാർത്ഥി തന്നെ മുന്നിട്ടിറങ്ങുന്നു. എന്തൊരു വിരോധാഭാസമാണ് ഇതൊക്കെ. ആ വീഡിയോ ക്ലിപ്പുകൾ നിമിഷ നേരം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും മെയിൻ സ്ട്രീം ചാനലുകളിലൂടെയും പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ BJP ഇപ്പോഴും വളരെ വിദഗ്ധമായിട്ട് അതിനെ ന്യായീകരിച്ച് വളച്ചൊടിച്ച് ആടിനെ പട്ടിയാക്കി മാറ്റുക, ഒടുവിൽ ആ പട്ടിയെ പേപ്പട്ടി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുക എന്നുള്ള സ്ഥിരം പരിപാടിക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ തന്നെ കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്ന ഒരു ദൃശ്യത്തെ ഇത്രത്തോളം ന്യായീകരിച്ച് പെൻഷൻ പണം കൊണ്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് മറ്റൊരു ദിശയിലേക്ക് വഴിതിരിച്ചു വിടുവാൻ BJPക്കല്ലാതെ മറ്റാർക്കാണ് പറ്റുക? പെൻഷൻ വന്ന പൈസയാണെന്നാണ് പറയുന്നത്. അല്ല, ഈ പെൻഷൻ വന്ന പൈസയാണെങ്കിൽ അതെന്തിനാണ് ഇങ്ങനെ കള്ളനെ പോലെ കയറി വന്ന് ഒളിച്ചു കിടക്കുന്നത് പോലെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നത്? അത് വളരെ കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ പണം കൊണ്ടു കൊടുത്ത വ്യക്തി ആരാണ്? സാധാരണ പ്രായമുള്ള വ്യക്തികൾക്ക് പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെങ്കിൽ ആശാ വർക്കർമാരോ ഒക്കെയാണ് വീടുകളിൽ കൊണ്ടുവന്ന് പണം നൽകാറുള്ളത്, പെൻഷൻ പണം.
അങ്ങനെ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണോ ഈ പണവുമായിട്ട് എത്തിയത് എന്നുള്ളത് വസ്തുതകൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയല്ല ആ പണം കൊണ്ടുവന്ന് നൽകിയത് എന്ന് തെളിഞ്ഞാൽ പോലും അതിനെയും വളച്ചൊടിച്ച് മറ്റു വഴിയിൽ കൂടി വെളുപ്പിക്കുവാൻ BJPക്ക് നല്ല പൊന്നുപോലെ നാക്കുള്ള ശോഭാ സുരേന്ദ്രൻ അവിടെ ഉള്ളതുകൊണ്ട് അവിടെയും വലിയ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ നിഗമനം. പക്ഷേ ജനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു, അവരെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ കണ്ടതിന്റെയും കേട്ടതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പാലക്കാട്ടെ സമ്മതിദായകർ ശോഭയുടെ വിധി എഴുതട്ടെ.